അല്ലമീനുണ്ട്. ജെയ്സൺ കുറച്ച് ആനയുടെ ചിത്രങ്ങളൊക്കെ തത്സമയം കാണിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ ഇന്നിപ്പോൾ കാഴ്ചക്കൊല സമർപ്പണമാണ്. നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയി ഞാൻ തിരിച്ച് സനിയിലേക്ക് തന്നെ മടങ്ങി വരാം. സനിയോ, ഇപ്പോൾ പഴവങ്ങാടിയിൽ നമുക്കൊപ്പം റിനു ശ്രീധരുണ്ട്. പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലും വലിയ തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഉത്രാട ദിനമായതുകൊണ്ട് ഗുരുവായൂരിൽ ഉള്ളതുപോലെയുള്ള തിരക്ക് മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ഉണ്ടാവും. നേരത്തെ സാനിയുടെ അടുത്ത് 2 കുട്ടികൾ പോയത് അവർ തളി ക്ഷേത്രത്തിലേക്ക് പോയതായിരിക്കും. ഇപ്പോൾ പഴവങ്ങാടിയിൽ നിന്നും റിനു ശ്രീധർ കൂടി നമുക്കൊപ്പം ചേരുന്നു. റിനു ശ്രീധർ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ഉത്രാടം. ഹാപ്പി ഉത്രാടം ഇറങ്ങുമാ. കിഴക്കേക്കോട്ട എങ്ങനെ ഉണർന്നോ? കിഴക്കേക്കോട്ട ഉണർന്നു വരുന്നു എന്ന് വേണം പറയാൻ. കാരണം പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഉറങ്ങിയിട്ട് വേണ്ടേ ഉണരാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം അല്ലെങ്കിൽ തിരക്ക് എന്ന് പറയുന്നത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനൊക്കെ തൊട്ട് മുന്നിലാണ്. ആ സ്ട്രീറ്റിലാണ് വലിയ തിരക്കാണ്, ഈ രാമേന്ദ്ര റോഡിലൊക്കെ. അങ്ങനെ ഉണർന്നു വരുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങളിപ്പോൾ ഉള്ളത് പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിലാണ്. വലിയ ആഘോഷങ്ങൾ. ചേച്ചി, ഓണമൊക്കെ എവിടം വരെ എത്തി? ഓണമൊക്കെ ഇങ്ങ് എത്തിയുള്ളൂ. അച്ചാറും ഉപ്പേരിയൊക്കെ ഇട്ടോ? ഇല്ല, നടക്കുന്നേ ഉള്ളൂ. ശരി, അപ്പോൾ അവസാനം നമുക്കറിയാലോ, ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ അവസാനവട്ട ഒരുക്കമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങിക്കുന്നെന്ന തെക്കൻകാർ പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി സ്വരുക്ക് കൂട്ടി നാളെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ്. ഇതാണ് നമ്മൾ ഉത്രാടപ്പാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 3 മണി 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ നിന്നും മണൽ ഇങ്ങനെ വാരിയിട്ടാൽ പൂഴി താഴെ വീഴില്ല എന്നൊക്കെ പറയും. ആ ഒരു തിരക്കായിരിക്കും. ചേട്ടാ, എങ്ങനെയുണ്ട് വിഷ്ണു? എന്തോ കുഴപ്പമില്ല. കച്ചവടമൊക്കെ അങ്ങനെ പരിവച്ച് പോകുന്നു. എങ്ങനെ മഞ്ഞക്കോടിക്കൊക്കെ അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടോ? കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ഈ വയനാട് ദുരന്തമൊക്കെ ആയതുകൊണ്ടേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് സന്തോഷത്തോടുകൂടി റിപ്പോർട്ടർ ടിവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ചേട്ടൻ. മഞ്ഞക്കോടി, നമ്മുടെ ഇവിടെ മഞ്ഞത്തോർത്ത് എന്നാ പറയാ, ഓണക്കോടി, മഞ്ഞക്കോടി എന്നൊക്കെ പറയും. അങ്ങോട്ടൊക്കെ എന്താണെന്ന് പറയുന്ന ഈ മഞ്ഞക്കോടി ഈ പഴവങ്ങാടിക്ക് പഴവങ്ങാടിക്ക് കൊടുക്കാനല്ലേ? അല്ല, ഇത് ഈ സ്ട്രീറ്റിലെ കച്ചവടത്തിനായി, ഓണക്കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ നേർച്ചയോ വഴിപാടോ അങ്ങനെയൊന്നുമല്ല. സാധാരണ അത്രേ ഉള്ളൂ. ഈ സാധാരണ ഈ ഓണത്തിരക്കിലേക്ക് അല്ലെങ്കിൽ ഓണത്തിന് മഞ്ഞത്തോർത്ത് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ കൊച്ചുകുട്ടികൾ, പിന്നെ ഈ വീട്ടിൽ മരിച്ചവർക്കൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു നേർച്ച വഴിപാടുണ്ട്. അതിനൊക്കെ ഈ മഞ്ഞത്തോർത്ത് വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് മഞ്ഞക്കോടി അല്ലേ? തീർച്ചയായും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ഈ മരണപ്പെട്ടവർക്ക്, അതെ, മരണപ്പെട്ടവർക്ക് ഈ കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ വെച്ചു കൊടുക്കുന്ന, അവർക്ക് കോടി കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. മറ്റുള്ളിടങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇങ്ങനെയാണ്. എൻ്റെ നല്ല തിരക്കുണ്ട് പഴവങ്ങാടിയിലും. അതുപോലെ തന്നെ തീർച്ചയായും നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പറയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഓണം അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി കഴിയില്ല എങ്കിൽ പോലും, വാർത്തകളുടെ തിരക്കുണ്ടെങ്കിൽ പോലും ചെറിയ രീതിയിൽ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയുടെ ഓണമാണ്. അതെ, ഗംഭീരം. അപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയുടെ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകൾ കൂടി നേരുന്നു. ഇനി തുടരണം. ഞാനൊന്ന് അല്ലമീനിലേക്ക് കൂടി പോയി വരാം. അല്ലമീൻ ഇപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറയിലാണ്. അത്തച്ചമയം നടന്ന തൃപ്പൂണിത്തുറയിൽ ഉത്രാടവും കേമമാണ്. തൃപ്പൂണിത്തുറയും ഉണർന്നു വരുന്നതേ ഉള്ളൂ. അല്ലമീൻ ഒരു പുതിയ ഓണക്കോടിയൊക്കെ ഉടുത്ത് വളരെ ഹാപ്പി നിൽക്കുകയാണ്. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്, ഉത്രാട ദിനാശംസകൾ. അല്ലമീൻ നിൽക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറ മാർക്കറ്റ് ഉണർന്നു വരുന്നതേ ഉള്ളൂ. അത്തച്ചമയത്തിന്റെ തിരക്ക് ഉത്രാടത്തിന് കാണത്തില്ലല്ലേ? അല്പം കൂടി കഴിഞ്ഞാൽ സജീവമാകും അരുൺ. ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വിപണിയൊക്കെ സജീവമാവുകയാണ്. പൂവിപണി, അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ, പച്ചക്കറി, അങ്ങനെ എന്തൊക്കെ വേണോ, ഓണം കെങ്കേമമാക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം A to Z എല്ലാം ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളിവിടെ നിന്ന് കഴിയുമ്പോൾ രാവിലെ മുതൽ വന്നാണ് അരുൺ. രാവിലെ എവിടേക്ക് തിരിഞ്ഞാലും കണ്ണിന് വലിയ മനോഹരമായിട്ടുള്ള, കണ്ണിന് വലിയ ആനന്ദം പകരുന്ന ഒരു കാഴ്ചകളാണ്. ഈ പൂക്കള്, വലിയ വൈവിധ്യങ്ങളായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നു. അതിങ്ങനെ ലോഡ് കണക്കിന് വന്നിറങ്ങുന്നു, ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. ചേട്ടാ, പൂക്കളെല്ലാം ഉണ്ടോ? അത്തപ്പൂക്കളത്തിലുള്ള എല്ലാ ഐറ്റം പൂക്കളുണ്ട്. ഏതിനാ ഡിമാൻഡ് കൂടുതൽ? വൈറ്റ്, വെള്ള ജമന്തി. വിലയൊക്കെ എങ്ങനെയാ? വെള്ള ജമന്തി 400 രൂപ, വാടാമല്ലി 200, ഓറഞ്ച് 100 രൂപ, യെല്ലോ 100 രൂപ, വയലറ്റ് 400, പിങ്ക് 300. ആൾക്കാരൊക്കെ വന്നിട്ട് എന്താ പറയുന്നത്? വില കുറവെന്നാണോ കൂടുതലാണോ അതോ? ഇല്ല, വില കൂടുതലൊന്നുമില്ല. സാധാരണത്തിനെക്കാട്ടി വില കുറവാണ് പ്രാവശ്യം. നമുക്ക് എവിടെ പൂക്കൾ പ്രധാനമായിട്ട് വരുന്നത്? ഇത് ബാംഗ്ലൂർ, കോയമ്പത്തൂർ. ഇപ്പൊ തീർന്നു കഴിഞ്ഞാൽ സ്റ്റോക്കൊക്കെ ഉണ്ടോ? ഉണ്ട്.
അപ്പം അത്തരത്തിലാണ് അതിന് ആർക്ക് വന്നാലും പൂക്കളൊക്കെ വാങ്ങി പോകുന്നതിനൊന്നും ഒരു തടസ്സമില്ല. അരുൺകുമാർ അതെല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. പൂക്കൾ മാത്രമല്ല, നമുക്ക് ഈ സദ്യക്ക് വേണ്ടിയുള്ള ഇലകൾ ഉൾപ്പെടെ നമുക്കിവിടെ ലഭിക്കുമെന്നുള്ളതാണ്. ഒപ്പം മാവേലി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റു സംവിധാനങ്ങൾ, കുരുത്തോലയും അതുപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ, എന്തൊക്കെയാണുള്ളത്? ഉള്ളത് തുമ്പയുണ്ട്, ഇലയുണ്ട്, കുരുത്തോലയുണ്ട്, നല്ല സാധനമുണ്ട്. ഓണത്തപ്പൻ, അതുപോലെ ഓണത്തപ്പനുണ്ട്, അതുപോലെ വലിയ മാവേലിയുണ്ട്, ചെറിയ മാവേലിയുണ്ട്. ഒപ്പം മാവേലിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, മറ്റു ഉരകളിലൊക്കെ ഉണ്ട്. ചേച്ചി, എന്തൊക്കെയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്? ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഓണത്തപ്പനെ കച്ചവടത്തിനായിട്ട് വന്നതാണ്. ഞങ്ങളുടെ മഹാബലി ഉണ്ട്, ഞങ്ങളുടെ ഒരു വെറൈറ്റിയാണ്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഓണത്തപ്പൻ കച്ചവടം. മറ്റുപടി തൃപ്പൂണിത്തറ വന്നിട്ട് എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ പൊടിപിടിക്കുന്നുണ്ടോ? ഞങ്ങൾ 23ാമത്തെ വർഷമാണ് ഇവിടെ ഓണത്തപ്പൻ വയ്ക്കാൻ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത കച്ചവടം കിട്ടി. ഞങ്ങൾ അത്തനാൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു വെറൈറ്റി വെറൈറ്റി ഓണത്തപ്പനുമായിട്ടാണ് മൂവാറ്റുപുഴക്കാര് ഉള്ളത്. എന്താ വെറൈറ്റി എന്ന് ചോദിച്ചാൽ അടിപൊളി ഓണം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്താ ഈ ഓണത്തപ്പന്റെ വെറൈറ്റി എന്താ? ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാബലിയാണ് ഞങ്ങളുടെ വെറൈറ്റി. പിന്നെ മൂവാറ്റുപുഴക്കാർക്ക് മഹാബലി മാത്രമല്ല, നമുക്ക് മഹാബലിയാണ് ഓണത്തിന് പ്രത്യേകത. കളർഫുള്ളായിട്ട് ഓണത്തപ്പനെ റെഡിയാക്കി കൊടുക്കുന്നു. അല്ല, കളർഫുൾ ആയിട്ട് ഓണത്തപ്പനൊക്കെ വളരെ കളർഫുൾ ആയിട്ട് അവർ ചെയ്തു കൊടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ഓണവും മറ്റുള്ളവരുടെ ഓണവും ഒരു തയ്യാറെടുപ്പ് അവരൊക്കെ നടത്തിയിട്ടുള്ളത്. ചേച്ചി പറഞ്ഞത് കറക്റ്റാ. കാര്യം മറ്റുള്ള ഓണത്തപ്പന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഓണത്തപ്പനെ ഒരുക്കിയിട്ടുണ്ട് തൃപ്പൂണിത്തുറക്കാർ. അലമീൻ, ഞാൻ തിരിച്ചു വരാം.